ഹലോ ഫ്രണ്ട്സ്, ഞാൻ നടന്ന് ഒരു ചെറിയ തടാകത്തിൻ്റെ കരയിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യമൊന്ന് നിങ്ങളെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ താറാവ് പോലുള്ളൊരു പക്ഷിയാണ്. ഇത് വെള്ളത്തിലും കരയിലും എന്ന് മാത്രമല്ല, ഇത് വളരെ ഉയരത്തിൽ ആകാശത്തിലും പറക്കും. ഇത് സമൂഹമായിട്ടിവിടെ അമേരിക്കയിൽ മിക്കവാറും സ്ഥലങ്ങളിൽ കാണാവുന്നതാണ്. മനുഷ്യരാരും ഇതിനെ ഉപദ്രവിക്കുകയില്ല, അതുകൊണ്ട് മനുഷ്യരെ ഇതിനധികം ഭയവുമില്ല. അത് ഈ പുല്ലാണ് അത് പ്രധാനമായും തിന്നുന്നത്. കണ്ടോ, നീളമുള്ള കഴുത്ത് അതിനുണ്ട്, നീളമുള്ള കഴുത്ത്. താറാവ് പോലെയാണ് ഏകദേശം. ആ നീളമുള്ള കഴുത്ത് കൊണ്ട് ഇങ്ങനെ പുല്ല് കൊത്തി കണ്ടോ തിന്നുന്നത്. ഒരു ചെറിയ കൂട്ടമാണിത് ജീവിക്കുന്നത്. ഇതിനെ തിന്നാൻ കൊള്ളാവുന്ന പക്ഷിയാണ്, പക്ഷേ ഇവിടെ ആരും തിന്നില്ല. ഇവിടെ അല്ലാതെ തന്നെ മാംസം വളരെ സുലഭമാണല്ലോ, ചിക്കനും ടർക്കിയും ഒക്കെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ജീവികൾ ആരും ഒന്നും അതിന് ഹാനി വരുത്തുകയില്ല. അത് വളരെ ഫ്രണ്ട്ലിയുമാണ്. കണ്ടോ, ഞാൻ വളരെ അടുത്ത് നിൽക്കുക. കണ്ടോ, എന്തെങ്കിലും അതുകൂടി പോകുകയൊന്നുമില്ല. അടുത്ത് ചെന്ന് പിടിക്കാൻ വല്ലതും ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പറന്ന് അങ്ങ് ഉയരത്തിൽ പറന്നു പോകുന്നതാണ്. ഇതൊരു ഹെൽത്ത് ഫെസിലിറ്റിയുടെ ഭാഗമായിട്ടുള്ളൊരു പ്രൈവറ്റ് കുളമാണ്, ഒരു തടാകം. കണ്ടോ, ഒരു തടാകത്തിലും ഈ പക്ഷിയെ കാണാം. ഈ റോഡരികിലും ചെറിയ റോഡരികിലും കണ്ടില്ലേ, റോഡിലും അത് കിടക്കുന്നത് കാണാം. ഞാനന്ന് അടുത്തൊന്നും നടന്നില്ല കേട്ടോ, എന്ത് ചെയ്യുമോ എന്നറിയാൻ വേണ്ടി. കണ്ടോ, അത് എന്നെ കണ്ടപ്പോൾ അത് എഴുന്നേറ്റ് അല്പം സൈഡിലോട്ട് മാറുകയാണ്. എനിക്ക് വേണമെങ്കിൽ ചാടി അതിനെ പിടിക്കണം. ഞാനതിനെ പിടിക്കില്ല എന്നതിനറിയാം, അതുകൊണ്ടാണ്. ഇത് വളരെ മനോഹരമായൊരു തടാകമാണ്. അതിനകത്ത് ഒരു ഫൗണ്ടനും 1-2 ഫൗണ്ടനും ഒക്കെ ഉണ്ട്. ഇതിന് ചുറ്റും ഈ മെഡിക്കൽ ഫെസിലിറ്റി ഇവിടെ കെട്ടിടമാണിത്. അതല്ലെങ്കിൽ ഇതിൻ്റെ മറുവശം അങ്ങേ വശം നോക്കിയോ, വനം പോലെ ഉള്ള മരങ്ങളും കാടുകളുമാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പട്ടണത്തിൻ്റെ മധ്യത്തിലും ഇങ്ങനെയുള്ള ഗ്രീനറീസ് അവർ നിലനിർത്തുവാൻ ശ്രമിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. മുഴുവൻ നശിപ്പിച്ച് കെട്ടിടം പണിയും. ഇവിടെ എന്നാൽ അങ്ങനെ ഈ ഗ്രീനറി ഏതെങ്കിലും വലിയ വലിയ കെട്ടിട സമുച്ചയത്തിന് അടുത്തായി ഇങ്ങനെയുള്ള ഗ്രീനറി അതിനുവേണ്ടി വൃക്ഷങ്ങൾ നടുവാൻ ഉള്ള കുറേ സ്ഥലം ഒഴിച്ചിട്ടിരിക്കണം എന്നുള്ളത് ഇവിടെയുള്ള പട്ടണങ്ങളുടെ സിറ്റികളുടെ ഒരു സിറ്റി പ്ലാനിങ്ങിൻ്റെ ഭാഗമായി ഒരു നിർബന്ധമാണ്. അതങ്ങനെ ചെയ്യും. ഉണ്ട്, നമ്മുടെ നാട്ടിലെ വനം പോലാണത്. വളരെ തിക്കായിട്ടുള്ള മരങ്ങളിങ്ങനെ വളർന്ന് നിൽക്കുന്നതാണ്. ഈ മരങ്ങളൊന്നും അവർ വെട്ടിക്കളയാറില്ല. വല്ല സിറ്റി പ്ലാനിങ്ങിൻ്റെയോ കെട്ടിടത്തിൻ്റെ പ്ലാനിങ്ങിന് വേണ്ടി ചിലതൊക്കെ മുറിക്കുമെന്നല്ലാതെ ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ മരങ്ങളിൽ നിന്ന് വീഴുന്ന അല്ലെങ്കിൽ ഒടിഞ്ഞു വീഴുന്നൊക്കെ അതുപോലെ അവിടെ കടന്ന് ദ്രവിച്ച് അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അത് തന്നെ ഒരു വളമായി ഈ മരങ്ങൾ വീണ്ടും വളരുവാൻ സഹായകരമായി തീരും. ഈ മരങ്ങളെല്ലാം നട്ടു വളർത്തിയിരിക്കുന്ന മരങ്ങളാണ്, മുഴുവൻ നട്ടു വളർത്തിയിരിക്കുന്ന മരങ്ങളാണ്. ഇവിടെ പലവിധമായ പക്ഷികളുമുണ്ട്, ചെറിയ ചെറിയ പക്ഷികൾ. കണ്ടോ, ഒരു കറുത്ത പക്ഷി പറക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കാം. കണ്ടോ, ഈ തടാകം അല്പം വലിയൊരു തടാകമാണ്. ഇതിനകത്ത് ചിലപ്പോൾ മീനും കാണും. ഞാൻ മീനെ കണ്ടിട്ടില്ല. ഇവിടെ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് ന്യൂജേഴ്സിയിൽ ചെറി ഹിൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ അനേക തവണ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ സൂക്ഷ്മമായി നോക്കിയിട്ടില്ല. ഈ തടാകത്തിൽ മീനുകൾ ഉണ്ടാകാം, പക്ഷേ ആരും ഈ മീനിനെ ഇതൊരു പ്രൈവറ്റ് തടാകമായതുകൊണ്ട് ആയിരിക്കാം ഈ മീനിനെ ഇവിടെ നിന്ന് ചൂണ്ടയിടുന്നതൊന്നും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അത് മാത്രമല്ല, പ്രൈവറ്റ് തടാകങ്ങൾ അനുവദിക്കുകയില്ല. ചില സ്ഥലങ്ങളിൽ മീനിനെ പിടിക്കുവാനുള്ള ലൈസൻസ് എടുക്കണം, എങ്കിലേ ചൂണ്ടയിടുവാൻ പറ്റുകയുള്ളൂ. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചൂണ്ടയിട്ട് കഴിഞ്ഞാലും ചില പ്രത്യേക ഇനം മീനുകളെ പിടിച്ചിട്ട് ആ തടാകത്തിൽ തന്നെ
ഉപേക്ഷിച്ചിട്ട് പോകണം, കൊല്ലരുതെന്നുള്ള നിയമവും ഉണ്ട്. അതൊക്കെ ഈ രാജ്യത്തിൻ്റെ എക്കോ ഫ്രണ്ട്ലി അത് നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഗവൺമെൻറ് നിയമങ്ങളാണ്. സ്റ്റേറ്റുകൾ മുതൽ അനുസരിച്ച് ഈ നിയമങ്ങളിൽ വ്യത്യാസമൊക്കെ ഉണ്ടാകും. ഇവിടെ വഴിയിലൊരു ഇത് വണ്ടി ഓടുന്ന വഴിയല്ല, മനുഷ്യന് ഈ തടാകത്തിന് ചുറ്റും നടക്കുവാൻ വേണ്ടിയുള്ള ചെറിയൊരു നടപ്പാതയാണ്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് ആറിട്ടിരിക്കുന്നതാണ്. ഈ മരം ഈ ദിവസങ്ങളിൽ എന്നോ അത് വീണിങ്ങനെ കിടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മുറിച്ച് മാറ്റും. അത് വാഹനം ഓടുന്ന റോഡിലാണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ഫയർഫോഴ്സ് വന്ന് അതൊക്കെ മുറിച്ച് മാറ്റി റോഡ് വൃത്തിയാക്കും. ഇത് അങ്ങനെ അല്ലാത്തൊരു നടപ്പാത ആയതുകൊണ്ടാണ് ആ മരം ഇങ്ങനെ കിടക്കുന്നത്. നല്ല ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് തണലിലൂടെ ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ആസ്വാദ്യകരമാണ്. നിങ്ങളെൻ്റെ ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.